ഇന്ന് കേരളത്തിലെ കുടൽ ക്യാൻസർ വല്ലാത്ത തോതിൽ കൂടി വരുന്നുണ്ട്. പലപ്പോഴും പാരമ്പര്യം ഒരു കാരണമാണ്. നമ്മുടെ എല്ലാം മാറിയ ജീവിത രീതി, പുകവലിശീലം, ഇതെല്ലാം ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ കുടലിലെ ക്യാൻസർ രോഗം വരുന്നതിന്റെ ഒരു പ്രധാന കാരണമായിട്ട് മാറുന്നുണ്ട്. കുടലിലെ ക്യാൻസർ വരാതെ ചെറുക്കുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് എല്ലാവരും സാധാരണഗതിയിൽ നമ്മൾ പച്ചക്കറികൾ, ഇലക്കറികൾ കൂടുതൽ കഴിക്കണമെന്ന് പറയാറുണ്ടെങ്കിലും ജേണൽ ഓഫ് ക്ലിനിക്കൽ ഓങ്കോളജിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് ആഴ്ചയിൽ 2 ഔൺസ് നട്ട്സ് എന്ന് പറഞ്ഞാൽ ബദാം, വാൽനട്ട്, പിസ്ത, ഉപ്പ് ചേർക്കാത്ത പിസ്ത, ബദാം, വാൽനട്ട് പോലുള്ളവ നിങ്ങൾ ആഴ്ചയിൽ ഒരു 2 ഔൺസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 50 ഗ്രാം വരും. ഈ 50 ഗ്രാം നട്ട്സ് ആഴ്ചയിൽ നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ കുടലിലെ ക്യാൻസർ വരാനുള്ള സാധ്യത ഏകദേശം 50% കുറയും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പഠനം അവിടെ നടത്തിയത് ഈ കുടൽ ക്യാൻസർ വന്ന് മാറിയ ആൾക്കാരിലെ ലൈഫ് സ്റ്റൈലിൽ അവർ നടത്തിയിട്ടുള്ള പഠനങ്ങളിലാണ് ഇതിന്റെ ഈ ക്യാൻസർ കോശങ്ങളുടെ ഗ്രോത്തിന്റെ ഫേസിൽ വന്നിട്ടുള്ള വ്യത്യാസം കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഴ്ചയിൽ 50 ഗ്രാം ഞാൻ ഈ പറഞ്ഞ നട്ട്സ്, അത് ബദാം, വാൽനട്ട്, കാഷ്യൂനട്ട് നല്ലതാണ്, പിസ്ത നല്ലതാണ്, ഉപ്പ് ചേർക്കാത്ത നട്ട്സ്, ഇത് നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് 50 ഗ്രാം കഴിക്കണമെന്നല്ല. ദിവസവും ഒരു ചെറിയ അളവ് നിങ്ങളൊന്ന് കഴിച്ചു പോകുന്നത് നിങ്ങൾക്ക് ഒരേപോലെ തന്നെ നിങ്ങൾക്ക് ശരീരത്തിന് കുടലിന് ഗുണകരവുമാണ്, ക്യാൻസർ സാധ്യത ചേർക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാവോ? നട്ട്സിനകത്ത് അടങ്ങിയിട്ടുള്ള ഫ്ലാവിനോയിഡ്സ്, ആന്റി ഓക്സിഡൻസ്, കൂടാതെ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഒമേഗ 3 ഫാറ്റി ആസിഡ്, ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ്, ഫൈബേഴ്സ്, ഇതാണ് സാധാരണ നമുക്ക് ഈ കുടൽ ക്യാൻസർ ടെൻഡൻസി ചെറുക്കാനായിട്ട് സഹായിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ എല്ലാ മലയാളികളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കുടൽ ക്യാൻസർ എന്ന് പറയുന്നത് പലപ്പോഴും കണ്ടുപിടിക്കാൻ തന്നെ വളരെയധികം വൈകി പോകുന്ന ഒരു ക്യാൻസർ ആണ്.